ഹായ് ഓൾ, വെൽക്കം ടു വൺസ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ലീനിയർ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ മൊഡ്യൂൾ 1 ഒരു ടോപ്പിക്കാണ് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ. ഐ റിപ്പീറ്റ്, ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ. പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡ്രോ ദ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ ആൻഡ് എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് ഈച്ച് ബ്ലോക്ക്. ഓപ്പറേഷൻ ആംപ്ലിഫയറിന്റെ ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കുക, ഓരോ ബ്ലോക്കിന്റെയും ഫങ്ഷൻസ് എഴുതാൻ വേണ്ടിയാണ് എക്സാമിന് ചോദിക്കുന്നത്. ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണുക. ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവുകയും വേറെ എങ്ങോട്ടും പോകണ്ട, വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണുക. എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാവും. ക്ലാസ്സിലോട്ട് കടക്കുന്നു. ഓപ്പറേഷണൽ ആംപ്ലിഫയർ ബ്ലോക്ക് ഡയഗ്രാം. Figure shows the block diagram of operational amplifier. The main blocks are: first one, input stage; second one, intermediate stage; third one, level shifting stage; and fourth one, output stage. ഏതൊക്കെയാണ് സ്റ്റേജസ്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻപുട്ട് സ്റ്റേജ്, ഇന്റർമീഡിയറ്റ് സ്റ്റേജ്, ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ് ആൻഡ് ഔട്ട്പുട്ട് സ്റ്റേജ്. ഇൻപുട്ട് സ്റ്റേജ് ആയിട്ട് ഉപയോഗിക്കുന്ന സർക്യൂട്ട് എന്ന് പറയുന്നത് ഡ്യുവൽ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. അപ്പൊ ആദ്യം വരുന്ന സർക്യൂട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. ഫസ്റ്റ് വൺ ഈസ് ഡ്യുവൽ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. ഇന്റർമീഡിയറ്റ് സ്റ്റേജ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഡ്യുവൽ ഇൻപുട്ട് അൺബാലൻസ്ഡ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. അപ്പൊ രണ്ടാമത്തെ സ്റ്റേജും എന്താണ്? ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. രണ്ടാമത്തെ സ്റ്റേജ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഏതാണ്? ഡ്യുവൽ ഇൻപുട്ട് അൺബാലൻസ്ഡ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. മൂന്നാമത്തെ സ്റ്റേജ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എമിറ്റർ ഫോളോവർ യൂസിങ് കോൺസ്റ്റന്റ് കറന്റ് സോഴ്സ്. എമിറ്റർ ഫോളോവർ യൂസിങ് കോൺസ്റ്റന്റ് കറന്റ് സോഴ്സ്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് എമിറ്റർ ഫോളോവർ ആണ്. ഫോർത്ത് സ്റ്റേജ് ഈസ് കോംപ്ലിമെന്ററി സിമെട്രി പുഷ് പുൾ ആംപ്ലിഫയർ. കോംപ്ലിമെന്ററി സിമെട്രി പുഷ് പുൾ ആംപ്ലിഫയർ ആണ് യൂസ് ചെയ്യുന്നത്. പുഷ് പുൾ ആംപ്ലിഫയർ, കോംപ്ലിമെന്ററി സിമെട്രി പുഷ് പുൾ ആംപ്ലിഫയർ. ഓക്കെ, പുഷ് പുൾ ആംപ്ലിഫയർ ആണ് ഫോർത്ത് സ്റ്റേജ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമുക്ക് വരച്ച് പഠിക്കേണ്ടത് ഈ ബ്ലോക്ക് ഡയഗ്രാം ആണ്. ഒന്നാമത്തെ സ്റ്റേജ് ഏതാണ്? ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻപുട്ട് സ്റ്റേജ് ആണ്. ഇൻപുട്ട് സ്റ്റേജ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഡ്യുവൽ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. സെക്കൻഡ് സ്റ്റേജ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇന്റർമീഡിയറ്റ് സ്റ്റേജ് ആണ്. ഇന്റർമീഡിയറ്റ് സ്റ്റേജ് ആയിട്ട് യൂസ് ചെയ്യുന്ന ബ്ലോക്ക് ഏതാണ്? സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയുന്നത് ഡ്യുവൽ ഇൻപുട്ട് അൺബാലൻസ്ഡ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എമിറ്റർ ഫോളോവർ യൂസിങ് കോൺസ്റ്റന്റ് കറന്റ് സോഴ്സ് സർക്യൂട്ട് ഡയഗ്രാം ആണ്. ഔട്ട്പുട്ട് സ്റ്റേജ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കോംപ്ലിമെന്ററി സിമെട്രി പുഷ് പുൾ പവർ ആംപ്ലിഫയർ ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കേണ്ട ബ്ലോക്ക് ഡയഗ്രാം, അതിന്റെ സർക്യൂട്ടുകളും. അപ്പൊ ആദ്യത്തെ രണ്ട് സ്റ്റേജ് എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. ഓക്കെ, ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് റിസീവ്സ് input from both input and amplifies the difference between two input signal. ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറയുന്നത് എന്താ ചെയ്യുന്നത്? രണ്ട് ഇൻപുട്ടുകൾ റിസീവ് ചെയ്യുകയും V1 V2 റിസീവ് ചെയ്യുകയും അത് ഔട്ട്പുട്ട് എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഡിഫറൻസ് ബിറ്റ്വീൻ ആംപ്ലിഫൈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഇൻപുട്ട് സിഗ്നൽ. അതാണ് ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഓപ്പാമ്പിന്റെ ആദ്യത്തെ രണ്ട് സ്റ്റേജസ് എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ഇൻപുട്ട് കൊടുക്കുന്നത് എങ്ങോട്ടാണ്? ഒന്നാമത്തെ നോൺ ഇൻവെർട്ടിംഗ് ഔട്ട്പുട്ടിലോട്ടും ദെൻ രണ്ടാമത്തെ സിഗ്നൽ കൊടുക്കുന്നത് ഇൻവെർട്ടിംഗ് ഇൻപുട്ടിലോട്ടുമാണ് സിഗ്നല് കൊടുക്കുന്നത്. അപ്പൊ ഇതാണ് ബ്ലോക്ക് ഡയഗ്രാം. നമ്മൾ ആദ്യം വരച്ച് പഠിക്കണം. ഇനി നമ്മൾ നോക്കുന്നത് ഓരോ ബ്ലോക്കിന്റെയും ഫങ്ഷൻസ് ആണ്. ഇൻഡിവിജ്വലി ഓരോ ബ്ലോക്കിന്റെയും ഫങ്ഷൻസ് എന്താണെന്നുള്ളതാണ്. അപ്പൊ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻപുട്ട് സ്റ്റേജ് ആണ്. എന്തിനാണ് ഇൻപുട്ട് സ്റ്റേജ് യൂസ് ചെയ്യുന്നത്?
ഓക്കെ, അപ്പോൾ ഇൻപുട്ട് സ്റ്റേജ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഏതാണ്? ഇൻപുട്ട് സ്റ്റേജ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഡ്യുവൽ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. ഡ്യുവൽ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ സർക്യൂട്ട് ഡയഗ്രം ആണ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ആ പേരിൽ തന്നെ മനസ്സിലാവും, ഡ്യുവൽ ഇൻപുട്ട്. നമ്മൾ 2 ഇൻപുട്ടാണ് കൊടുക്കുന്നത്, V1 എന്ന് പറയുന്ന ഇൻപുട്ടും അതുപോലെ V2 എന്ന് പറയുന്ന ഇൻപുട്ടും. അതാണ് ഡ്യുവൽ ഇൻപുട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബാലൻസ്ഡ് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ നമ്മൾ 2 ഔട്ട്പുട്ട് എടുക്കുന്നുണ്ട്, V01 അതുപോലെ V02. 2 ഇൻപുട്ടുകൾ കൊടുക്കുന്നതുകൊണ്ടാണ് ഡ്യുവൽ ഇൻപുട്ട് എന്ന് പറയുന്നത്. ബാലൻസ്ഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ആ ട്രാൻസിസ്റ്ററിന്റെ 2 കളക്ടറിൽ നിന്നുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് ഔട്ട്പുട്ടായിട്ട് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഡ്യുവൽ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് മോസ്റ്റ് ഓഫ് ദ വോൾട്ടേജ് ഗെയിൻ ആൻഡ് എസ്റ്റാബ്ലിഷസ് ഇൻപുട്ട് റെസിസ്റ്റൻസ്. ഇൻപുട്ട് സ്റ്റേജ് എന്തിനാ ഉപയോഗിക്കുന്നത്? ഇറ്റ് പ്രൊവൈഡ്സ് മോസ്റ്റ് ഓഫ് ദ വോൾട്ടേജ് ഗെയിൻ ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് ഇൻപുട്ട് ഇംപിഡൻസ്. ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇൻപുട്ട് സ്റ്റേജ് യൂസ് ചെയ്യുന്നത്. അതൊന്ന് പഠിച്ചേ. ഒന്നാമത്തെ ബ്ലോക്ക് ഏതാണ്? ഇൻപുട്ട് സ്റ്റേജ് ആണ്. ഇൻപുട്ട് സ്റ്റേജ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ്? ഡ്യുവൽ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. അതിന്റെ യൂസ് എന്താണ്? ഇറ്റ് പ്രൊവൈഡ് മോസ്റ്റ് ഓഫ് ദ വോൾട്ടേജ് ഗെയിൻ ആൻഡ് ഇറ്റ് ഓൾസോ എസ്റ്റാബ്ലിഷസ് ഇൻപുട്ട് ഇംപിഡൻസ് ഓഫ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ. ഓക്കെ, അപ്പൊ ഇവിടെയാണ് നമുക്ക് 2 സിഗ്നൽ വരുന്നത്. V1 എന്ന് പറയുന്ന വോൾട്ടേജും V2 എന്ന് പറയുന്ന വോൾട്ടേജുമാണ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിലോട്ട് പോകുന്നത്. നമുക്ക് 2 ഔട്ട്പുട്ട് വരും, V01 V02. കാരണം എന്താണ്? ഇറ്റ് റിസീവ്സ് 2 ഇൻപുട്സ് ആൻഡ് പ്രൊഡ്യൂസസ് 2 ഔട്ട്പുട്ട്. അതുകൊണ്ടാണ് ഡ്യുവൽ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഇനി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എക്സാമിന് എഴുതാനുള്ള പോയിന്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് ഇൻപുട്ട് സ്റ്റേജിന്റെ അനദർ ഫങ്ഷൻസ്? ഇറ്റ് റിസീവ്സ് ഇൻവെർട്ടിംഗ് ആൻഡ് നോൺ ഇൻവെർട്ടിംഗ് സിഗ്നൽസ്. അതായത് ഇൻപുട്ട് റിസീവ് ചെയ്യുന്നത് ഇൻവെർട്ടിംഗ് ടെർമിനലിലൂടെയും നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിലൂടെയുമാണ്. ഇറ്റ് ആംപ്ലിഫൈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 2 ഇൻപുട്സ്. കാരണം എന്താണ്? ഇവിടെ V1 എന്ന് പറയുന്ന ഇൻപുട്ടും വരുന്നുണ്ട്, V2 എന്ന് പറയുന്ന ഇൻപുട്ടും വരുന്നുണ്ട്. ഇൻപുട്ട് സ്റ്റേജ് എന്ന് പറയുന്നത് ബേസിക്കലി ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്താ ചെയ്യുക? ഇറ്റ് ആംപ്ലിഫൈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 2 ഇൻപുട്ട് സിഗ്നൽ. ഇറ്റ് ആംപ്ലിഫൈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 2 ഇൻപുട്ട് സിഗ്നൽസ്. ഇറ്റ് ഓൾസോ റിജക്ട് ദ കോമൺ മോഡ് സിഗ്നൽ ഓർ കോമൺ മോഡ് നോയ്സ്. ദാറ്റ് ഈസ് നോൺ ആസ് common mode rejection ratio. And it also provide high input impedance. It also provide high input impedance. ഒരു ഓപ്പാമ്പിന്റെ ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇൻപുട്ട് ഇംപിഡൻസ് ഷുഡ് ബി ഇൻഫിനിറ്റി. സോ ദ സോഴ്സ് ഈസ് നോട്ട് ലോഡഡ്. It also produces a balanced or dual output for the next stage. ഒരു ഡ്യുവൽ ഔട്ട്പുട്ട് ആണ് ഇൻപുട്ട് സ്റ്റേജിന്റെ ഔട്ട്പുട്ട് ആയിട്ട് നെക്സ്റ്റ് സ്റ്റേജിലോട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ എക്സാമിന് എഴുതി വെക്കേണ്ടത്. എന്താണ് ഇൻപുട്ട് സ്റ്റേജിന്റെ യൂസ് എന്നുള്ളത്. ഇനി ഇൻപുട്ട് സ്റ്റേജ് കഴിഞ്ഞു, അടുത്തതാണ് ഇന്റർമീഡിയറ്റ് സ്റ്റേജ്. സെക്കൻഡ് വൺ ഈസ് ഇന്റർമീഡിയറ്റ് സ്റ്റേജ്. ഇന്റർമീഡിയറ്റ് സ്റ്റേജ് ആയിട്ട് യൂസ് ചെയ്യുന്ന സർക്യൂട്ട് ഏതാണ്? ഡ്യുവൽ ഇൻപുട്ട് അൺബാലൻസ്ഡ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. അതിന്റെ സർക്യൂട്ട് ഡയഗ്രം ആണ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഡ്യുവൽ ഇൻപുട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് V1 എന്ന് പറയുന്ന ഒരു ഇൻപുട്ടും V2 എന്ന് പറയുന്ന ഒരു ഇൻപുട്ടും കൊടുത്തു. അൺബാലൻസ്ഡ് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ഒരു ട്രാൻസിസ്റ്ററിന്റെ കളക്ടറിൽ നിന്ന് മാത്രമാണ് V ഔട്ട് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ അൺബാലൻസ്ഡ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ബാലൻസ്ഡ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? 2ന്റെയും ഔട്ട്പുട്ടിൽ നിന്ന് നമ്മൾ ഔട്ട്പുട്ട് സിഗ്നൽ എടുക്കും. അതേസമയം അൺബാലൻസിന്റെ കേസിൽ ഏതെങ്കിലും ഒരു ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ടിൽ നിന്നാണ് സിഗ്നൽ എടുക്കുന്നത്. ആ സർക്യൂട്ടാണ് ഇന്റർമീഡിയറ്റ് സ്റ്റേജ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഡ്രിവൺ ബൈ ദ ഔട്ട്പുട്ട് ഓഫ് ഫസ്റ്റ് സ്റ്റേജ്.
The intermediate stage, it provides most of the gain in the operational amplifier. മെയിൻ ആയിട്ട് ഗെയിൻ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് സ്റ്റേജ് ആണ്. ഒരു പ്രാവശ്യം ആംപ്ലിഫിക്കേഷൻ കഴിഞ്ഞു, അതിനെ വീണ്ടും ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ യൂസ് ചെയ്തിരിക്കുന്നത്. ഓപ്പാമ്പിന്റെ ഗെയിൻ മെയിൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് സ്റ്റേജ് ആണ്. എക്സാമിന് എഴുതേണ്ട പോയിന്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് നമ്മുടെ ഇന്റർമീഡിയറ്റ് സ്റ്റേജിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഇറ്റ് ഫർദർ ആംപ്ലിഫൈസ് ദ സിഗ്നൽ ഫ്രം ഇൻപുട്ട് സ്റ്റേജ്. അതായത് ഒന്നാമത്തെ സ്റ്റേജിൽ നിന്ന് വരുന്ന സിഗ്നലിനെ എഗെയിൻ ആംപ്ലിഫൈ ചെയ്യുന്നതാണ് ഇന്റർമീഡിയറ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇറ്റ് കൺവേർട്സ് ബാലൻസ്ഡ് ഔട്ട്പുട്ട് ഇൻ ടു അൺബാലൻസ്ഡ് ഔട്ട്പുട്ട്. ഒന്നാമത്തെ സ്റ്റേജിലോട്ട് നോക്കിയേ, ഇവിടെ നമുക്ക് ബാലൻസ്ഡ് ഔട്ട്പുട്ട് ആണ് വരുന്നത്. അതേസമയം ഇന്റർമീഡിയറ്റ് സ്റ്റേജിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സിംഗിൾ ഔട്ട്പുട്ട് ആണ് വരുന്നത്. അതായത് ഒരു ബാലൻസ്ഡ് ഔട്ട്പുട്ടിനെ ഒരു അൺബാലൻസ്ഡ് ഔട്ട്പുട്ട് ആക്കി കൺവേർട്ട് ചെയ്യുന്നതും ഇന്റർമീഡിയറ്റ് സ്റ്റേജ് ആണ്. ഇറ്റ് ഹെൽപ്സ് ഇംപ്രൂവിംഗ് ഗെയിൻ, ബാൻഡ്വിഡ്ത്ത് ആൻഡ് സ്റ്റെബിലിറ്റി. ഒരു ആംപ്ലിഫയറിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് അതിന് ഗെയിൻ ഹൈ ആയിരിക്കണം, ബാൻഡ്വിഡ്ത്ത് ഹൈ ആയിരിക്കണം, സ്റ്റെബിലിറ്റി ഹൈ ആയിരിക്കണം. അതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ഇന്റർമീഡിയറ്റ് സ്റ്റേജ് ആണ്. ബേസിക്കലി ഇന്റർമീഡിയറ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഗെയിൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ് ഇന്റർമീഡിയറ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ദിസ് ഇസ് ദ മെയിൻ വോൾട്ടേജ് ഗെയിൻ സ്റ്റേജ്. ഒരു ഒപ്പാമ്പിന്റെ മെയിൻ ആയിട്ടുള്ള വോൾട്ടേജ് ഗെയിൻ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റേജ് ആണ് ഇന്റർമീഡിയറ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ രണ്ട് ബ്ലോക്ക് എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആയിരുന്നു, അതിന്റെ ഫങ്ഷൻസ് ആണ് പറഞ്ഞത്. ഇനിയുള്ളത് മൂന്നാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ് ആണ്. ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ് ഫിഗറിൽ കാണാം. ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ് ആയിട്ട് യൂസ് ചെയ്യുന്ന സർക്യൂട്ട് എന്ന് പറയുന്നത് ഏതാണ്? എമിറ്റർ ഫോളോവർ യൂസിങ് കോൺസ്റ്റന്റ് കറന്റ് സോഴ്സ്. എമിറ്റർ ഫോളോവർ യൂസിങ് കോൺസ്റ്റന്റ് കറന്റ് സോഴ്സ്. അതിന്റെ സർക്യൂട്ട് ഡയഗ്രാം ആണ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. എന്താണ് ഒരു എമിറ്റർ ഫോളോവർ എന്ന് പറയുന്നത്? ഒരു ട്രാൻസിസ്റ്ററിന്റെ ബേസിൽ എന്താണോ കൊടുക്കുന്നത് അത് എമിറ്റർ ഫോളോ ചെയ്യുകയാണെങ്കിൽ ആ സർക്യൂട്ടിനെയാണ് എമിറ്റർ ഫോളോവർ എന്ന് പറയുന്നത്. കൂടാതെ ഇവിടെ ഒരു കറന്റ് സോഴ്സും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ സർക്യൂട്ടാണ് ഏതായിട്ട് ആക്ട് ചെയ്യുന്നത്? ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതിന്റെ യൂസ് എന്താണ്? എന്തിനാണ് ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ് ഉപയോഗിക്കുന്നത്? The output level of intermediate stage is above ground as direct coupling is used. അതായത് ഇന്റർമീഡിയറ്റ് സ്റ്റേജിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഗ്രൗണ്ട് ലെവലിനെക്കാട്ടിലും കൂടുതലായിരിക്കും. അതിന്റെ DC കപ്ലിംഗ് യൂസ് ചെയ്തുകൊണ്ട് ഇന്റർമീഡിയറ്റ് സ്റ്റേജിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഗ്രൗണ്ട് ലെവലിനെക്കാട്ടും കൂടുതലായിരിക്കും. ആ ഔട്ട്പുട്ടിനെ ഗ്രൗണ്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ് ഉപയോഗിക്കുന്നത്. ഒന്നുകൂടി പറയുന്നു, എന്തിനാണ് ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ് ഉപയോഗിക്കുന്നത്? അതായത് ഇന്റർമീഡിയറ്റ് സ്റ്റേജിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഗ്രൗണ്ട് ലെവലിനെക്കാട്ടിലും കൂടുതലായിരിക്കും. ആ ലെവലിനെ ഗ്രൗണ്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ് യൂസ് ചെയ്യുന്നത്. ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ് ഈസ് യൂസ്ഡ് ടു ഷിഫ്റ്റ് ദ ഔട്ട്പുട്ട് ഓഫ് ഇന്റർമീഡിയറ്റ് സ്റ്റേജ് to ground level. I repeat, level shifting stage is used to shift the output of intermediate stage into ground level. ഇതാണ് കറക്റ്റ് പോയിന്റ്. ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇത് രണ്ടെണ്ണമാണ്. കൂടാതെ നമ്മൾ അഡീഷണൽ ഫാക്ട്സ് കൂടി പറയുന്നു. ഓക്കെ, ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ് ആയിട്ട് ഉപയോഗിക്കുന്നത് എമിറ്റർ ഫോളോവർ യൂസിങ് കോൺസ്റ്റന്റ് കറന്റ് സോഴ്സ് ആണ്. അതിന്റെ ഫംഗ്ഷൻസ് ആണ്: ഇറ്റ് ഷിഫ്റ്റ് ദ DC ലെവൽ ഓഫ് ആംപ്ലിഫൈഡ് സിഗ്നൽ. ഡിഫറൻഷ്യൽ ആംപ്ലിഫൈഡ് കഴിഞ്ഞു വരുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഗ്രൗണ്ട് ലെവലിനെക്കാട്ടും കൂടുതലായിരിക്കും. അതിനെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ലെവൽ ഷിഫ്റ്റിംഗ് അല്ലെങ്കിൽ ലെവൽ ട്രാൻസ്ലേറ്റർ സ്റ്റേജ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഓൾസോ റിമൂവ്സ് അൺവാണ്ടഡ് DC ഓഫ്സെറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ പ്രീവിയസ് സ്റ്റേജസ്. It also ensures the output signal is
centered around zero voltage reference or ground level. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. It ensures the output signal is centered around zero voltage. അതായത് ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഗ്രൗണ്ട് ലെവലിൽ നിലനിർത്താൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ് യൂസ് ചെയ്യുന്നത്. It also prevents saturation of the output stage. It also prevents saturation of the output stage. ഇത്രയുമാണ് ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജിന്റെ ഫങ്ഷൻസ്. അടുത്തതാണ് ഔട്ട്പുട്ട് സ്റ്റേജ്. ഔട്ട്പുട്ട് സ്റ്റേജ് ആയിട്ട് യൂസ് ചെയ്യുന്ന സർക്യൂട്ട് ഏതാണ്? കോംപ്ലിമെന്ററി സിമെട്രി പുഷ് പുൾ ആംപ്ലിഫയർ ആണ് ഔട്ട്പുട്ട് സ്റ്റേജ് ആയിട്ട് ഉപയോഗിക്കുന്നത്. കോംപ്ലിമെന്ററി സിമെട്രി പുഷ് പുൾ ആംപ്ലിഫയർ ആണ് ഔട്ട്പുട്ട് സ്റ്റേജ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഓപ്പാമ്പിന്റെ ബ്ലോക്ക് ഡയഗ്രത്തിലെ അവസാനത്തെ സ്റ്റേജ് ആണ് കോംപ്ലിമെന്ററി സിമെട്രി പുഷ് പുൾ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. അതിന്റെ സർക്യൂട്ട് ഡയഗ്രം ആണ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഇതിനെ കോംപ്ലിമെന്ററി എന്ന് പറയാൻ കാരണം എന്താണ്? ഇതൊരു NPN ട്രാൻസിസ്റ്റർ ആണെങ്കിൽ ഇതൊരു PNP ട്രാൻസിസ്റ്റർ ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ കോംപ്ലിമെന്ററി സിമെട്രി പുഷ് പുൾ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. അതിന്റെ ഫങ്ഷൻസ് എന്താണ്? ഇറ്റ് ഇൻക്രീസസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് സ്വിംഗ്. ഔട്ട്പുട്ട് വോൾട്ടേജ് സ്വിംഗ് കൂട്ടുന്നത് പുഷ് പുൾ ആംപ്ലിഫയർ ആണ്. ഇറ്റ് ഇൻക്രീസസ് ദ കറന്റ് സപ്ലൈയിങ് കപ്പാബിലിറ്റി. ഔട്ട്പുട്ട് സ്റ്റേജിന് ശേഷം ലൗഡ് സ്പീക്കറോ LED ഡ്രൈവുകളോ ഒക്കെ ഉണ്ടാവും. അതിനാവശ്യമായ, അത് റൺ ചെയ്യാൻ ആവശ്യമായ കറന്റ് ഇൻക്രീസ് ചെയ്യുന്നതും പുഷ് പുൾ ആംപ്ലിഫയർ ആണ്. ഇറ്റ് പ്രൊവൈഡ്സ് ലോ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. ഒരു ഓപ്പാമ്പിന്റെ ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഷുഡ് ബി 0 അല്ലെങ്കിൽ ലോ. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഷുഡ് ബി ലോ. അപ്പൊ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ലോ ആയിട്ട് നിലനിർത്തുന്നത് ഏതാണ്? നമ്മുടെ ഔട്ട്പുട്ട് സ്റ്റേജ് ആണ്. ഇതാണ് മെയിൻ ആയിട്ടുള്ള ഔട്ട്പുട്ട് സ്റ്റേജിന്റെ ഫങ്ഷൻസ്. ഒന്നാമത്തെ എന്താണ്? ഇറ്റ് ഇൻക്രീസസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് സ്വിംഗ്. സെക്കൻഡ് വൺ, ഇറ്റ് റൈസസ് ദ കറന്റ് ക്യാരിയിങ് കപ്പാബിലിറ്റി. തേർഡ് വൺ, ഇറ്റ് പ്രൊവൈഡ്സ് ലോ ഔട്ട്പുട്ട് ഇംപിഡൻസ്. ദെൻ അഡീഷണൽ ഫാക്ട്സ് ആണ് ഔട്ട്പുട്ട് സ്റ്റേജ്. ഇറ്റ് പ്രൊവൈഡ്സ് ലോ ഔട്ട്പുട്ട് ഇംപിഡൻസ്. ഇറ്റ് സപ്ലൈസ് സഫിഷ്യന്റ് കറന്റ് ടു ഡ്രൈവ് ദ ലോഡ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഔട്ട്പുട്ട് സ്റ്റേജ് കഴിഞ്ഞ് കുറെ ഡിവൈസസ് കണക്ട് ചെയ്യാനുണ്ടാവും. അതിന് ഡ്രൈവ് ചെയ്യാൻ ആവശ്യമായ കറന്റ് സപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ഔട്ട്പുട്ട് സ്റ്റേജ് ആണ്. ഇറ്റ് സപ്ലൈസ് sufficient current to drive the load. It reduces distortion and improves efficiency. It protects the operational amplifier from short circuit and overload conditions. This stage ensures the op-amp can directly drive speakers, LED, relay, etc. അതിനുശേഷം വരുന്ന സ്പീക്കറോ LED റിലേ ഒക്കെ ഒരു കേടും കൂടാതെ ഡ്രൈവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ഔട്ട്പുട്ട് സ്റ്റേജ് ആണ്. സോ ഇത്രയുമാണ് അതിന്റെ ബ്ലോക്ക് ഡയഗ്രത്തിൽ വരുന്നത്. ആ ബ്ലോക്ക് ഡയഗ്രത്തിന്റെ ഇന്റേണൽ സർക്യൂട്ട് ഡയഗ്രം ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് എക്സാമിന് പഠിക്കാനില്ല, പക്ഷെ ഇതാണ് കറക്റ്റ് സംഭവമായിട്ട് വരുന്നത്. ബ്ലോക്ക് ഡയഗ്രം ആണ് നമ്മുടെ സിലബസിൽ കൊടുത്തിരിക്കുന്നത്, പക്ഷെ അതിന്റെ ഇന്റേണൽ സർക്യൂട്ട് ഡയഗ്രം ആണ് ഈ കാണിച്ചിരിക്കുന്നത്. MC1435 എന്ന് പറയുന്ന ICയുടെ ഇന്റേണൽ ഡയഗ്രം ആണ് കാണിച്ചിരിക്കുന്നത്. ആ സ്റ്റേജസ് തന്നെയാണ് വരുന്നത്. ഒന്നാമത്തെ സ്റ്റേജ് ഏതാ നോക്കിയേ, ഡ്യുവൽ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. രണ്ടാമത്തെ സ്റ്റേജ് ആയിട്ട് വരുന്നത് ഡ്യുവൽ ഇൻപുട്ട് അൺബാലൻസ്ഡ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. ദെൻ എമിറ്റർ ഫോളോവർ, ദെൻ ഔട്ട്പുട്ട് സ്റ്റേജ്. ഔട്ട്പുട്ട് സ്റ്റേജ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ്? കോംപ്ലിമെന്ററി സിമെട്രി പുഷ് പുൾ ആംപ്ലിഫയർ ആണ്. നിങ്ങൾക്ക് മനസ്സിലാവണം അതിന്റെ ഇന്റേണൽ സർക്യൂട്ട് ഡയഗ്രം എന്ന് പറയുന്നത് ഇതാണ്. സോ അതിന്റെ സമ്മറിയാണ് പറയുന്നത്. സോ ദിസ് ഇസ് ദ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ. ഏതൊക്കെയാണ് മെയിൻ ബ്ലോക്സ് വരുന്നത്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻപുട്ട് സ്റ്റേജ്, ഇന്റർമീഡിയറ്റ് സ്റ്റേജ്, ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ്, ഔട്ട്പുട്ട് സ്റ്റേജ്. ഇൻപുട്ട് സ്റ്റേജ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ്? ഡ്യുവൽ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. ഇന്റർമീഡിയറ്റ് സ്റ്റേജ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഡ്യുവൽ ഇൻപുട്ട് അൺബാലൻസ്ഡ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എമിറ്റർ ഫോളോവർ യൂസിങ് കോൺസ്റ്റന്റ് കറന്റ് സോഴ്സ് ആണ്. ഔട്ട്പുട്ട് സ്റ്റേജ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കോംപ്ലിമെന്ററി സിമെട്രി പുഷ് പുൾ ആംപ്ലിഫയർ ആണ്.
ഇൻപുട്ട് സ്റ്റേജിന് ഫംഗ്ഷൻ എന്തായിരുന്നു? അതെന്തിനെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നേ? ഇറ്റ് പ്രൊവൈഡ്സ് വോൾട്ടേജ് ഗെയിൻ ആൻഡ് ഇറ്റ് ഓൾസോ പ്രൊവൈഡ് ഇൻപുട്ട് ഇംപിഡൻസ്. ദെൻ ഇന്റർമീഡിയറ്റ് സ്റ്റേജ് എന്തായിരുന്നു? ഈ ഓപ്പാമ്പിന്റെ മെയിൻ ആയിട്ടുള്ള വോൾട്ടേജ് ഗെയിൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഇന്റർമീഡിയറ്റ് സ്റ്റേജ് ആണ്. ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ് എന്താ ഉപയോഗിക്കുന്നത്? നമ്മുടെ ഡി സി ലെവൽ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ലെവലിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ് ഉപയോഗിക്കുന്നത്. ഔട്ട്പുട്ട് സ്റ്റേജ് എന്താ ഉപയോഗിക്കുന്നത്? അതിന്റെ ഔട്ട്പുട്ടിലെ കറന്റ് ക്യാരിങ് കപ്പാസിറ്റി കൂട്ടുക, വോൾട്ടേജ് സ്വിംഗ് കൂട്ടുക, ദെൻ ഔട്ട്പുട്ട് ഇംപിഡൻസ് ലോ ആയിട്ട് സെറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഔട്ട്പുട്ട് സ്റ്റേജ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഉള്ളത്. അതിന്റെ ബ്ലോക്ക് ഡയഗ്രാം വരച്ച് പഠിക്കുക, അതിന്റെ ഫങ്ഷൻസ് നോക്കി ഈ വീഡിയോ കണ്ട് മാത്രം നമുക്ക് എല്ലാം പഠിക്കാം. അതിനു വേണ്ടി വേറെ എങ്ങോട്ടും പോകേണ്ട ആവശ്യം ഇല്ല. LIC എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ ബാക്കി എല്ലാ മൊഡ്യൂൾസിന്റെയും ഡീറ്റെയിൽസ് നമ്മൾ നമ്മുടെ ആപ്പിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. വൺസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക.